പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീമഷ്ടാദശാധ്യായിനീം അംബത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. പ്രിയമുള്ള പ്രേക്ഷകരെ, ഞാനിന്ന് ഭഗവത്ഗീതയിലെ ആദ്യത്തെ ആ വന്ദന ശ്ലോകമാണ് നിങ്ങളുടെ മുന്നിൽ ചൊല്ലിയത്. എന്തിനാണ് ചൊല്ലിയത്? നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ വാരഫലം. ഈ വാരഫലത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 2025 ഡിസംബർ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 1201 വൃശ്ചികമാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. ഇന്നത്തെ ഈ വാരത്തിലെ ഏറ്റവും മികച്ച ഒരു പ്രത്യേകതകളുണ്ട് ഈ വാരത്തിന്. ഒന്നെന്താണ്? ഭഗവത്ഗീതാ ദിനമാണ്. ഡിസംബർ 1-ാം തീയതി ഭഗവത്ഗീതാ ദിനത്തിൻ്റെ ആരംഭമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ക്ലേശങ്ങളൊക്കെ മാറിപ്പോകാനുള്ള ഒരു കരുത്തും ക്ഷേമുഷിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേറ്റം വിഷാദഭക്തനായ യുദ്ധത്തിന് തയ്യാറായ മഹാസാരഥിയായ അർജുനൻ തൻ്റെ ബാന്ധവന്മാരെ കണ്ട്, തൻ്റെ മുത്തശ്ശന്മാരെ കണ്ട്, തൻ്റെ പിതാക്കളെ കണ്ട് തേർതടിൽ തളർന്നിരിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണൻ കൊടുത്ത ഒരു ഒറ്റമൂലിയാണ്, ഔഷധമാണ് ഭഗവത്ഗീത. അവിടെ നിന്നാണ് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്നത്. യുദ്ധത്തിൽ മുത്തച്ഛനില്ല, പിതാവില്ല, സഹോദരങ്ങളില്ല എന്ന് വളരെയധികം കഷ്ടപ്പെട്ടു കൃഷ്ണൻ സമർത്ഥിക്കുവാൻ വേണ്ടി. അതാണ് ഭഗവത്ഗീത. അതിനാൽ നാളത്തെ ദിനം, ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ദിനമാണ് നാളെ. മറ്റൊരു പ്രധാനപ്പെട്ട ദിനം നാളെ ഗുരുവായൂർ ഏകാദശിയാണ്. ഗുരുവായൂർ ഏകാദശി, വൃശ്ചിക മാസത്തിലെ ഏകാദശി ഭക്തർ അങ്ങേയറ്റം ഭക്തിയോടുകൂടി ആചരിച്ചു വരുന്നു. ഏകാദശി വ്രതമെടുക്കുന്നു, ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നു, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, സാക്ഷാൽ കൃഷ്ണൻ്റെ അനുഗ്രഹം നേടിയെടുക്കുന്ന ദിനമാണ്. അതിനാൽ വളരെയധികം വിശേഷതകളുള്ള ഈ വാരത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുസ്വാഗതം. ഇന്ന് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. ഇടവത്തിലില്ല, മിഥുനത്തിലില്ല, കർക്കിടകത്തിൽ വ്യാഴമുണ്ട്, ചിങ്ങത്തിൽ കേതു, കന്നിയിൽ ഗ്രഹങ്ങളില്ല, തുലാത്തിൽ ബുധനാണ്, 8-ാം ഭാവത്തിൽ വൃശ്ചികത്തിൽ സൂര്യൻ, ചൊവ്വ, ശുക്രൻ, 11-ാം ഭാവത്തിൽ കുംഭത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ ശനി, ചന്ദ്രൻ. ഇപ്രകാരമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ 2 ഗ്രഹങ്ങൾക്ക് മൗഢ്യമുണ്ട്. ചൊവ്വയ്ക്കും ശുക്രനും മൗഢ്യം കൊടുത്തു സൂര്യൻ. വ്യാഴത്തിന് വക്രിയുമാണ്. അതിനാൽ നാം ചർച്ച ചെയ്യണം സജീവമായി എന്തൊക്കെയാണ് ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങളെന്ന വിഷയം. മൂലം പുരാണം ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 3-ൽ രാഹു, 4-ാം ഭാവത്തിൽ ചന്ദ്രൻ, ശനി, അഷ്ടമത്തിൽ വ്യാഴം, 9-ാം ഭാവത്തിൽ കേതു, 11-ാം ഭാവത്തിൽ ബുധൻ, 12-ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ശുക്രൻ. ധനുരാശിക്കാർക്ക് രാശിധിപനായ വ്യാഴം 8-ൽ നിൽക്കുന്നു. 5-ാം തീയതി മുതൽ വ്യാഴം ശക്തമായിട്ട് 7-ാം ഭാവത്തിലേക്ക് പോകും. അതുവരെ കാര്യങ്ങൾക്ക് വളരെയധികം തടസ്സങ്ങളാകാം. വീട് മാറി നിൽക്കുവാനുള്ള ചിന്ത വളരെയധികം വരും. മാറാനായിട്ടില്ല. ഡിസംബർ 5 കഴിയട്ടെ. ഒരുപക്ഷെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരും. വളരെയധികം അസംതൃപ്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടി വരും. 4-ൽ ശനിയാണ്. പിതുശ്ചാപി മാതുശ്ച സന്താപകാരി. അച്ഛനും അമ്മക്കും താൻ ദുഃഖം കൊടുക്കുമെന്നാണ്. അല്ലെങ്കിൽ അവർ കാരണം തനിക്ക് ദുഃഖമുണ്ടാകും. ഗൃഹേ വാഹനേ ഹാനയോ വാതരോഗി. വാതരോഗം കൊണ്ട് ബുദ്ധിമുട്ടും. വീട്ടിൽ വാഹനങ്ങൾ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാം. അതിനാൽ ഈ ഒരു സമയം വളരെ ശ്രദ്ധിക്കണം. ആ കണ്ടക ശനിയും അവിടെ അഷ്ടമാധിപനായ ചന്ദ്രൻ ശനിയോടുകൂടി യോഗം ചെയ്തിരിക്കുന്നു. അതും മാതാവിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചോളം നല്ലതല്ല. അതിനാൽ ആരുടെയും അപ്രീതി സമ്പാദിക്കേണ്ട സമയമല്ലെന്നറിയുക. 11-ൽ ബുധനോട് കർമ്മത്തിൽ ചില നല്ല തീരുമാനങ്ങളും ചില യാത്രകളും ഒക്കെ ആകാം. പലപ്പോഴും പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ തർക്കങ്ങൾ സഹോദരങ്ങളുമായി വരുന്ന സമയമാണെന്ന് അറിയുക. അപ്രകാരം തന്നെ അനാവശ്യമായ സ്ത്രീ സംബന്ധമായ അപഖ്യാതികൾ നേരിടുന്ന ഒരു വാരമാണ്. പിന്നീട് ഭൗതിക സുഖത്തിൻ്റെ ആസക്തിയിൽ അനാവശ്യമായി ലോണുകളും മറ്റും എടുത്ത് വലിയ തനിക്ക് എടുത്താൽ പൊന്താത്ത വീടിൻ്റെ പണിയെടുക്കുക, അതിനുവേണ്ടി കരാർ കൊടുക്കുക, അല്ലെങ്കിൽ തനിക്ക് പൊന്താത്ത രീതിയിലുള്ള വാഹനങ്ങൾ, തൻ്റെ വാഹനം ഒഴിവാക്കി വലിയ വിലയുള്ള വാഹനങ്ങൾ വാങ്ങുക, ഷോയിങ് ഓഫ് നടത്തിയാൽ താൻ ബുദ്ധിമുട്ടും.
തനിക്ക് വലിയ ക്ലേശങ്ങൾ വരും. ആരും സഹായിക്കുന്ന വ്യക്തി പോലും സഹായിക്കില്ല. അതിനാൽ ആ വിഷയം ജാഗ്രത പാലിക്കുക. വളരെ ഡൗൺ ടു എർത്തായി ജീവിക്കേണ്ടുന്ന വാരമാണിത്. വ്യാഴം മാറുമ്പോൾ കാര്യങ്ങൾ നീങ്ങും. അതുവരെ വളരെ ജാഗ്രത പാലിക്കുക. മനസ്വസ്ഥത വളരെ കുറയുന്നൊരു വാരമാണെന്ന് അറിയുക. അഷ്ടമത്തിലെ വ്യാഴം വരുമ്പോൾ അതാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ചിരന്നോവസ്ഥയിൽ പൈതൃകം ചെയ്യുക ഗേഹേ, തൻ്റെ പൈതൃകമായ ഗൃഹത്തിൽ താമസിക്കുന്നില്ല. അപ്രകാരം തന്നെ ശാരീരികമായി വളരെ ക്ലേശങ്ങൾക്ക് അഭജന്യമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. അസമയത്തുള്ള യാത്രയിൽ പിടിച്ചുപറിയുണ്ടാകും. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ സൂചിപ്പിച്ചു, വീട്ടിൽ അസ്വസ്ഥത വരുന്ന സമയമാണ്. അച്ഛൻ്റെ അനുഗ്രഹാശംസകൾ കുറയുക. അച്ഛൻ തൻ്റെ ശത്രുവായി വരുന്ന സമയമാണ്. ധർമ്മദൈവങ്ങളെ നന്നായി സംരക്ഷിക്കേണ്ട പരിരക്ഷിക്കേണ്ട വാരമാണിത്. ധർമ്മദൈവ സംഘത്തിൽ എന്ത് ചെയ്തത് പണ്ടുള്ളോർ എന്നറിഞ്ഞ് അത് ചെയ്യണം. എന്നാണ് പൂർവികർ ചെയ്യുന്നത്. അതിനെ തന്നെ നന്നായി ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരും. ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹ ആശിസ്സുകൾ കുറയും. ഇവിടെ നിർബന്ധമായും വ്യാഴാഴ്ച തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുക. അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മൃത്യുഞ്ജയ ഹോമമോ പുഷ്പാഞ്ജലിയോ പിതാവിൻ്റെ പേരിൽ ധനുരാശിക്കാർ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നന്ദി, നമസ്തേ.